ഉണ്ണിച്ചാ കിട്ടി കിട്ടി. ആ കിട്ടിയോ? ഇത് ഞാൻ ഇന്നലെ തൊട്ട് തപ്പി നടക്കുക. ഈ തണ്ടപ്പേര് ബുക്ക് ഇതാരാ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചത്? സാറ് തന്നെ. വേറെ ആര്? ഞാനോ? ഇന്നലെ വൈകിട്ടേ പിന്നെ ആരാ അമേരിക്കക്കാരൻ കൊച്ചൻ്റെ ആ തണ്ടപ്പേര് വാർപ്പ് എടുത്ത് കൊടുത്തത്? ഓ നേരാണല്ലോ. ഞാൻ എന്തോർത്താണോ അത് അവിടെ കൊണ്ട് വെച്ചത്. സാർ ആ തണ്ടപ്പേര് വാർപ്പ് എടുക്കാനാണ് ചേക്കൻ അമേരിക്കൻ ഇവിടം വരെ വന്നത്. നാളെ തിരിച്ചു പോകാമെന്നും പറഞ്ഞു കേട്ടു. ആ സ്ഥലം കച്ചവടം ഉണ്ണിച്ചാ. ആ ചെക്കൻ ഇനിയും തിരിച്ചു വരുന്നില്ലെന്ന്. അതിനായി തത്രപ്പാടല്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ. പിള്ളേർ അമേരിക്ക പോയ പിന്നെ തിരിച്ചു വരവില്ലല്ലോ. വന്നിട്ട് എന്നെ എടുക്കാനാണ് അവരുടെ ചോദ്യം. പിള്ളേർ പറയുന്നതും കാര്യമല്ലേ ഉണ്ണിച്ചാ? 4 പേര് വേണ്ടിയെടുത്ത് ആകെ 2 പേര്. ഒത്തിരി പണി പെൻഡിങ് കൊടുക്കുക. അപേക്ഷ കൊടുത്തവരെന്തെങ്കിലും പിന്നെ കംപ്ലൈൻറ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ പണി കിട്ടും. അത് കുഴപ്പമില്ല ഉണ്ണിച്ചാ. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഒരാളോടെ വരും. എനിക്കറിയാവുന്ന ആളാ. പിന്നെ നമ്മുടെ ശ്രീകുമാറല്ലേ, ആളെത്തിയില്ലേ? ഓ വന്നിട്ടില്ല. ഹലോ, ആ ഷായിച്ചാ, നമ്മുടെ ആ പുതിയ പ്ലോട്ട് പോക്കുവരവ് ചെയ്യണ്ടേ? ആ ആധാരത്തിൻ്റെ പകർപ്പൊന്ന് കൊണ്ടുവരണേ. എന്നെയോ? എപ്പോ? അയ്യോ ആണല്ലേ. അതെ, എന്നാ ആ ആധാരത്തിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യോ? ഓക്കെ ഓക്കെ. ആ ഉണ്ണിച്ചാ, ആ ഷാജിയുടെ ആധാരത്തിൻ്റെ കോപ്പി അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയേ. ഇവിടെ ഇരിപ്പുണ്ട്. സർ, വില്ലേജ് ഓഫീസർ ഇല്ലേ? എന്താ കാര്യം? സർ, ഒരു ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിരുന്നു. ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പെൻഡിങ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. കാണിച്ച് സാറകത്തോണ്ട് പോയി കണ്ടു. എന്തൊരു ഇത്ര താമസിച്ചേ? ഒന്നും പറയണ്ട സാറേ, ബസ് ലേറ്റ് ആയിരുന്നു, ട്രെയിൻ കിട്ടിയില്ല. സാറും എല്ലാം പറഞ്ഞായിരുന്നോ? സാറിന് ഈ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുമല്ലോ. പിതാവിൻ്റെ SLC ബുക്ക് കയ്യിലുണ്ടോ? ഇല്ല സർ. ഇപ്പോൾ കയ്യിലില്ലെന്നാണോ അതോ ബുക്കേ ഇല്ലെന്നാണോ? അച്ഛൻ SSLC ബുക്ക് ഇല്ലായിരുന്നു സാർ. പിതാവിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഇല്ല സർ. പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സർ, അച്ഛൻ മരിച്ചിട്ട് 12 വർഷമായി. അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഒക്കെ ഉണ്ടോ? ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെ, പക്ഷേ ഇതൊന്നും പോരാ. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? പോസ്റ്റ് ഓഫീസിൻ്റെ പടിഞ്ഞാറായിട്ടാണ് സാർ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് മുന്നേ ജാതി സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. വിദ്യാമേല ഇരുന്നപ്പോൾ അന്ന് സബ്മിറ്റ് ചെയ്ത അതേ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ സാർ. ആ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ കണ്ടതാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നെ വിദ്യാമാടമൊക്കെ ട്രാൻസ്ഫർ ആയിപ്പോയി. ഇത് വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കൃത്യം ഡോക്യുമെൻറ്റ്സ് കാണണം. കഴിഞ്ഞ തവണത്തെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സാക്ഷിമൊഴി വേണം. 3 വർഷം കൊണ്ട് ജാതി മാറുമോ സാർ? മതം മാറാമല്ലോ അല്ലേ? അതിന് മാത്രം നേരം വേണം. മതം മാറിയാലും ജാതിക്ക് മാറ്റമുണ്ടോ സാർ? ആ തിയറി ഒന്നും ഇവിടെ വർക്കാവത്തില്ല. എനിക്ക് എങ്ങനെ അറിയാം നിങ്ങൾ മതം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്? നിങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് മതം മാറി വല്ല വിഷയം ഉണ്ടായ അന്വേഷണം വന്നാൽ സർട്ടിഫിക്കറ്റ് തന്നാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഒരു കാര്യം ചെയ്യും, സാക്ഷിമൊഴി ഇല്ലാതെ പറ്റില്ല. നിങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത നിങ്ങളുടെ സമുദായത്തിൽ 2 പേരെ കൊണ്ടുപോകാം, സാക്ഷിമൊഴി എടുക്കാം. അല്ലാതെ ഒരു മാർഗവുമില്ല. അവരുടെ ഐഡിയയും വേണം, ആധാറും വേണം. എന്നാൽ ഞാൻ ഇപ്പം തന്നെ 2 പേരെ കൊണ്ടുവരാം സാറേ. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. അതിന് ജാതി സർട്ടിഫിക്കറ്റ് തരുന്നത് ഞാനല്ലല്ലോ, താലൂക്കിൽ നിന്നാണ്. ഞാനത് ചോദിച്ചില്ലെങ്കിൽ അവർ ചോദിക്കും. ഇന്ന് എന്തായാലും ആളെ കൊണ്ടുവരണ്ട. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. നാളെ എന്ന് പറയുമ്പം സാറേ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പിന്നെ സമയം എടുക്കുമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു സാർ. കഴിഞ്ഞ കൊല്ലത്തെ കാര്യം ഇനി പറയണ്ട, അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇനി ആളെ കൊണ്ടുവന്നിട്ട് മതി. നാളെ കൊണ്ടുപോവാ, ഇന്ന് സമയമില്ല. ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നാളെ രാവിലെ സാക്ഷികളെ കൂട്ടി വാ, മൊഴിയെടുത്ത് നാളെ തന്നെ താലൂക്കിലേക്ക് ഫോർവേഡ് ചെയ്യാം. 2 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ പറയാൻ മാത്രമല്ലേ പറ്റൂ സാർ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർവീസിൽ കയറിയവർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്നുണ്ടെന്നുള്ള വാർത്തയൊക്കെ ഞങ്ങളും പത്രത്തിൽ വായിക്കുന്നുണ്ട് സാർ. അന്ന് ഉണ്ടായിരുന്നോ ഈ സാക്ഷിമൊഴിയൊക്കെ? ഓഹോ, വകുപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്നാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നാളെ സാക്ഷികളെ കൊണ്ടുപോവാ.
എന്താണ് സാറേ കാര്യം? ആ പിതാവിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെന്ന്. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? സാക്ഷിമൊഴി വേണമെന്ന് പറഞ്ഞു വിട്ടു. ആ ഉണ്ണിച്ചാ, ദേ ആ സ്കെച്ചിൻ്റെ ആൾ വരുന്നുണ്ട്. സാറേ, ഇന്നലെ വരാന്ന് പറഞ്ഞു, വന്നില്ല. ഫോൺ ചെയ്തു, എടുത്തില്ല. ഇന്ന് എനിക്കത് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ വിളി. എന്നിട്ടേ പോകുന്നുള്ളൂ. വിളിക്കാം. ആ, അതെന്നാ ഉണ്ണിച്ചാ അത് ചെയ്തു കൊടുക്കാഞ്ഞേ? അയാളൊരു വല്ലാത്ത മനുഷ്യനാണ്. ഇനി എന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ സാറേ, ഇന്നലെ തെക്കും പാൻ സ്ഥലമില്ലേ, അത് അളക്കാൻ പറഞ്ഞിരുന്നതാണ്. അതെങ്ങനെ വെക്കാനാ? ആളുമില്ല, പേരുമില്ല, ആ 2 പേര്. ഇവിടെയാണ് കൊട്ടക്കണക്കിന് പണി. പോകാൻ കഴിയത്തില്ലെങ്കിൽ എന്നോടൊന്ന് പറയണ്ടേ? ഇന്ന് തന്നെ ചെയ്തു സാറ്. ആറാറുകാരനെ ഒന്ന് വിളിച്ച്. ഇതാ പിന്നെ എൻ്റെ പണിയും കൂടെ ഉണ്ണിച്ചൻ ചെയ്യുമോ? അതങ്ങനെ എല്ലാം കൂടി പറയരുത്. പോട്ടെ, ശ്രീകുമാറിന് സ്കെച്ചൊക്കെ വരയ്ക്കാൻ അറിയാമോ? പിന്നെ എൻ്റെ സാറേ, ശ്രീകുമാരനെ തന്നെ വിടാം. അതാകുമ്പോൾ നമുക്ക് ജോലി കുറഞ്ഞിരിക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീകുമാറിനെ വിടാം. വിടാം. ഇനി അയാൾ വല്ല കൊമ്പത്തിരിക്കുന്ന ആളോട് പോയിട്ട് എരിവും പുളിയും കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. ശരിയാ. അതുകൊണ്ട് നമുക്ക് ശ്രീകുമാറിനെ വിടാം. ഇന്നലെ ഇവിടുന്ന് ആളിറങ്ങിയതാണ്. അപ്പോൾ താലൂക്കിൽ നിന്ന് പെട്ടെന്ന് വിളി വന്നു. അതുകൊണ്ട് അതിൻ്റെ പുറകെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. നാളെ എന്തായാലും ശരിയാക്കി തരുന്നതായിരിക്കും. സാറേ, എനിക്കറിയാം നിങ്ങൾ ഇത് തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അല്ല, നാളെ ശരിയാക്കി. ശ്രീകുമാറേ, ആ പറഞ്ഞോ സാറേ. ഈ ലൊക്കേഷൻ സ്കെച്ച് ഒന്ന് ശരിയാക്കി കൊടുക്കണേ. സാറേ, എനിക്കൊന്നാമത് അത്ര വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അതോടൊപ്പം തന്നെ പിന്നെ തരമാറ്റത്തിൻ്റെ മൊത്തം വർക്ക് പെൻഡിങ് കിടക്കുക. പിന്നെ RDO നിന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചേ ഉള്ളൂ, അതെല്ലാം ക്ലിയർ ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു. പിന്നെ എപ്പോൾ സമയം കിട്ടാനാ സാറേ? ഇവിടെ ആൾ കുറവാണെന്ന് RDO ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തരമാറ്റമൊക്കെ അതിനനുസരിച്ചേ നടക്കൂ. അതൊന്ന് ശരിയാക്കി കൊടുത്തേക്കണേ. ശ്രീകുമാറായി ആ പറഞ്ഞോ സാറേ. പുള്ളിയുടെ കൂടെ പോയാൽ മതി. എവിടെ സാറേ സ്ഥലം? അത് തെക്കും ഭാഗത്താ. ഈ സ്കെച്ച് എന്താ ആവശ്യത്തിനായിരുന്നു? ഞാൻ ഈ സ്ഥലം വിൽക്കുമോ സാറേ? ഈ ലൊക്കേഷൻ സ്കെച്ച് ആ വാങ്ങുന്ന പാർട്ടിക്ക് വേണ്ടിയാണ്. വിറ്റ് പേരിൽ കൂട്ടിയാലും പിന്നെ ഇതെടുക്കണം. അതവരെടുത്തോളൂ. ഓ, 10 സെന്റ് ഉണ്ടല്ലേ? അത്രയൊന്നും അല്ലായിരുന്നു. ഭാഗം വെച്ചും കുടികടപ്പ് കൊടുത്തും കാരണവന്മാരായി വിറ്റുമൊക്കെ 10 സെന്റ് ആയത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ ഭരണമൊക്കെ തന്നെ സാറേ നല്ലത്. കാര്യം നാട്ടിൽ ജനാധിപത്യമൊക്കെ തന്നെ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടല്ല, ഈ നാട് നന്നാവണമെങ്കിൽ ആ പഴയ രാജഭരണം തന്നെ വേണം. എൻ്റെയൊക്കെ കാരണവന്മാർ പഴയ തിരുവിതാംകൂർ നായർ പട്ടാളത്തിലുണ്ടായിരുന്നു. ഉന്നതമ്പരാൻ്റെ ശംഖമുദ്ര വെച്ച ചക്രം വാങ്ങിയ പാരമ്പര്യമാണ് ഞങ്ങൾക്ക്. കാലം മാറിയപ്പോൾ ഇവിടെയുള്ള മാപ്പിളമാർ പെൺകൊച്ചുങ്ങൾ നേഴ്സിംഗ് പഠിച്ച് പഴയ പേർഷ്യയ്ക്ക് പോയി കാശും ഉണ്ടാക്കി ഇവിടെയുള്ള വസ്തുവൊക്കെ വാങ്ങിപ്പോകും. പിന്നെ പലതവണ മുറിച്ചും മൊത്തത്തിലുമൊക്കെ വിറ്റും. ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത അറിയാലോ, ഉടമസ്ഥർ എന്നും മാറിക്കൊണ്ടിരിക്കും. വന്നിപ്പോൾ കുറേ പട്ടികജാതിക്കാരാ ചുറ്റിനും. അതുകൊണ്ടാണ് വിൽക്കാമെന്ന് വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശരിയാവത്തില്ല. സാറിൻ്റെ സ്ഥലം എവിടെ? തിരുവനന്തപുരം. പത്മനാഭ പെരുമാളിൻ്റെയും പൊന്നുതമ്പുരാൻ്റെയും നാട്. എനിക്ക് ആ എലികൂടി ഒന്ന് വേണേ. എലികയൊക്കെ പറയാൻ സാറേ, ഇതാ സ്ഥലം. വസ്തുവിൻ്റെ 4 അതിരും കൃത്യമായി തന്നെ വേണം. തെക്ക് കണ്ടംപരമ്പത്ത് തങ്കപ്പൻ വക, കിഴക്ക് കൈതയിൽ ലൂക്കോസ് വക, പടിഞ്ഞാറ് പുതിയ നിലത്ത് സത്യകുമാർ, വടക്ക് വടക്ക് വഴി. എന്നാ സാറേ അങ്ങ് പോയാലോ? ചേട്ടാ, പുറത്തൊന്ന് വെയിറ്റ് ചെയ്യേ, വിളിക്കാവേ. ആ സാറേ, മറ്റേ ആ സ്കെച്ചിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാറൊന്ന് വന്ന് നോക്കിക്കേ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ. സാറിൻ്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ല സാറേ. ഇത് കൊള്ളാമല്ലോ. ഉണ്ണിച്ചനൊക്കെ നന്നായിട്ട്
ചെയ്തിട്ടുണ്ടല്ലോ, വരച്ചിട്ടുണ്ടല്ലോ. ആണോ സാറേ? ശരിക്കും? ചേട്ടാ, ചേട്ടൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഫീസ് മേടിച്ച് സീലടിച്ച് കൊടുത്തേരും കേട്ടോ. കൊടുത്തേക്കാം അല്ലേ ചേട്ടാ? അങ്ങനെ ചേട്ടൻ്റെ സ്കെച്ചിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ആണല്ലോ? ചേട്ടൻ്റെ വീടിൻ്റെ ചുറ്റിനുമുള്ള നമ്മളെ പട്ടികാധികാരെന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ സ്ഥലം പൈസ കൊടുത്ത് മേടിച്ചതല്ലേ അതോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഉടമസ്ഥർ എന്നും മാറിക്കൊണ്ടിരിക്കും. വന്നിപ്പോ കുറെ പട്ടിക ജാതിക്കാരാ ചുറ്റിനും. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. ഈ നാട് നന്നാവണമെങ്കിൽ ആ പഴയ രാജഭരണം തന്നെ വേണം. ഞങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നു, അത് ജനങ്ങളുടെ നികുതി പൈസയിൽ തന്നെയാണ്. അത് ഈ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഗുണമാണ്. അതൊക്കെ മതി സാറേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ. ഇനി ഇവിടെ ഒരു രാജാവും രാജവാഴ്ചയും ഒന്നും വരാനൊന്നും പോകുന്നില്ല. നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് പെരുമാളിൻ്റെയും തിരുനാളിൻ്റെയും മാത്രം നാടല്ല, അയ്യങ്കാളിയുടെ കൂടെ നാടാണ് നമ്മുടെ തലസ്ഥാന നഗരം. ആ സക്രിയ സാറേ, പറ ശ്രീകുമാറേ. ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടതാ അല്ലേ സാർ?